കൊച്ചിയിൽ നിന്നും ടി അശ്വതി ചേരുന്നു. അശ്വതി, ശക്തമായ മഴയാണ് സംസ്ഥാനത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ കൊച്ചിയിൽ മഴ പെയ്തതോടുകൂടി ശക്തമായ മഴയോടുകൂടി വെള്ളക്കെട്ടിനുള്ള സാധ്യത എത്രത്തോളം ഉയരുന്നുണ്ട്? കൂടാതെ തന്നെ ക്യാമ്പുകൾ എന്തെങ്കിലും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടോ? വൃന്ദ, ഈ ജില്ലയിൽ ഇപ്പോൾ 5 ക്യാമ്പുകളാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഇന്നലെ നിരവധി ആളുകൾ, അതായത് 116 പേരെയാണ് ക്യാമ്പുകളിലേക്ക് മാറ്റിയത്. പ്രത്യേകിച്ച് കളമശ്ശേരി, അതുപോലെ തന്നെ ഇടപ്പള്ളി, കാക്കനാട് മേഖലകളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ട്. കളമശ്ശേരി മേഖലകളിൽ ഇപ്പോഴും പൂർണ്ണമായി വെള്ളം ഇറങ്ങിയിട്ടില്ല. ഇപ്പോൾ എനിക്ക് മുന്നിൽ കാണുന്ന ഇത്തരത്തിലുള്ള സ്കൂളുകളിലും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് ഉണ്ട്. അതൊരു പക്ഷേ കാലവർഷം കൂടി ശക്തമാകുന്ന സാഹചര്യത്തിൽ ഇത് കൂടുതലാകാനുള്ള സാധ്യതയാണുള്ളത്. ഇവിടങ്ങളിലൊക്കെ തന്നെ നേരത്തെ ഇത്രയധികം വെള്ളക്കെട്ടുകൾ ഉണ്ടായിരുന്നില്ല. ഇത്തവണ ആദ്യമായിട്ടാണ് ഈ ഭാഗങ്ങളിലേക്കൊക്കെ വെള്ളം കയറുന്നത് എന്നാണ് ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ പറയുന്നത്. പ്രധാനമായും ഈ പല മേഖലകളിലും, അതായത് കാക്കനാട് മേഖലകളിലടക്കം ഇത്തരത്തിലുള്ള വെള്ളക്കെട്ട് രൂക്ഷമാകുന്നത് ഇത് ആദ്യമായിട്ടാണെന്നാണ് പലരും പറയുന്നത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ, ശാസ്ത്രീയമായ വിശകലനങ്ങളൊക്കെ തന്നെ നമുക്ക് വേണം. ഇപ്പോൾ നമ്മളോടൊപ്പം ഈ ക്യാമ്പിലുള്ള ആളുകളൊക്കെയാണ് ഉള്ളത്. ചേട്ടാ, പേരെന്താ? എൻ്റെ പേര് മുരുകൻ. വീട് തോപ്പിൽ. അവിടെയൊക്കെ ചെറുക്കാക്കര. അവിടെയൊക്കെ വെള്ളം ഭയങ്കര വെള്ളക്കെട്ടാണ്. ഇന്നലെ രാത്രി ഒന്നാണ്. അവിടെ വേറെ എന്തൊക്കെ പ്രശ്നങ്ങളുള്ള? വെള്ളം കയറുന്ന വേറെ മതിലിടി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു? ഇനി അറിയാൻ പറ്റുള്ളൂ. ഇതുപോലെ ഉണ്ടെങ്കിൽ മതിലൊക്കെ ഇടിയാനുള്ള സാധ്യതയുണ്ട്. ഉണ്ട്. ഇവിടെ പ്രായമായവർക്ക് മറ്റാളുകൾ, പ്രായമായവർ, കൊച്ചുങ്ങളും സ്ത്രീകളും എല്ലാവരും ഉണ്ടായി. ഭക്ഷണവും മറ്റു കാര്യങ്ങളും അതൊക്കെ കൊണ്ടുവന്ന് എത്തിച്ചു തന്നു. ഇവിടെ ഉണ്ടായിരുന്ന ക്യാമ്പിലുണ്ടായിരുന്ന മറ്റാൾക്കാരൊക്കെ രാവിലെ ആയപ്പോഴത്തേക്കും വീടുകളിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം ഇച്ചിരി കുറവുണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ വീട്ടിൽ പോയേക്കണം. പിന്നെ അടുത്ത മഴ തുടങ്ങും, ചിലപ്പോൾ ഇങ്ങോട്ട് തന്നെ വരുമായിരിക്കും. കഴിഞ്ഞ ദിവസം വലിയ മഴ പെയ്തല്ലോ, ആ സമയത്തൊക്കെ വെള്ളം കയറി? കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. വെള്ളക്കെട്ടുള്ള സ്ഥലമാണ്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ആൾക്കാരെന്തെങ്കിലും പറഞ്ഞോ? പരിഹരിക്കാൻ വേണ്ടിയിട്ട് തോടുകൾ വൃത്തിയാക്കുന്നുണ്ട്. തോടുകൾ വരികയാണ്. പക്ഷേ വെള്ളം ഇറങ്ങി ചെല്ലാനുള്ള ചാല് ചെറുതായിപ്പോയി. ഞങ്ങളുടെ ഭാഗത്ത് തോട് വലിയ തോടാണ്, വെള്ളം പോകാൻ. പക്ഷേ താഴത്ത് ഇറങ്ങി വരുമ്പോൾ തോട് കുരുകി വന്നിട്ടുണ്ട്. അത് കാരണം ഈ അവിടെ നിന്ന് വന്ന വെള്ളം ഇങ്ങോട്ട് കയറി താഴത്തോട്ട് പോകാൻ പറ്റാതെ കയറി മുകളിലേക്കാണ് വന്നത്. ആ വെള്ളക്കെട്ടാണ് ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഇങ്ങനെ വെള്ളക്കെട്ടായിട്ട് നിൽക്കുന്നത്. നിങ്ങളുടെ പ്രദേശത്ത് നിന്ന് ഏകദേശം എത്ര കുടുംബം ഇവിടെ വന്നിട്ടുണ്ടോ? ശരിക്കും അറിയില്ല, രാത്രി ആയതുകൊണ്ട്. രാത്രി എപ്പോഴാണ് ഇവിടെ വന്നത്? 8 മണിയാകുമ്പോൾ. ആ സമയം കൂടുതലായിരുന്നു. ഇവിടെ ഇവിടെ നിരവധി ആളുകളുണ്ട്. പക്ഷെ കൂടുതലും ഇപ്പോൾ ഈ ഒരു മഴ ഇറങ്ങി നിൽക്കുന്ന സാഹചര്യത്തിൽ, മഴ കുറഞ്ഞ ഒരു സാഹചര്യത്തിൽ അവരെല്ലാവരും തന്നെ വീടുകളിലേക്ക് പോയിരിക്കുകയാണ്. കാരണം രാവിലെ ഒരു വെയിലൊക്കെ തെളിഞ്ഞ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. അപ്പോൾ വീടുകളിലേക്ക് വെള്ളം കയറിയ വീടുകളൊക്കെ വൃത്തിയാക്കണം. അത് ഇറങ്ങിയതോടുകൂടി അത് വൃത്തിയാക്കണം, ചെളിയൊക്കെ മാറ്റണം. ഒപ്പം തന്നെ വീട്ടു സാമഗ്രികളൊക്കെ എങ്ങനെയാണ് എന്ന് പരിശോധിക്കണം. അതിനൊക്കെ വേണ്ടിയിട്ട് ആളുകൾ പോയിരിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ കൊച്ചിയിലെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ വീണ്ടും മഴയ്ക്കുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. വലിയ രീതിയിൽ മഴക്കോളുണ്ട്. അപ്പോൾ വീണ്ടും ഒരു മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആളുകളൊക്കെ തന്നെ ഇങ്ങോട്ട് തിരികെ വരാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. നിലവിൽ ഞാൻ നിൽക്കുന്ന സ്കൂളിൽ ഇന്നലെ രാത്രി 42 ആളുകളാണ് ഇവിടെ ക്യാമ്പുകളിലേക്ക് എത്തിയിരുന്നത്. ഇവിടുത്തെ വിവിധ ക്ലാസ് റൂമുകളിലൊക്കെ തന്നെ നിരവധി ആളുകളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ പ്രായമായ കുറച്ച് പേർ മാത്രമേ ഉള്ളൂ. സ്ത്രീകളായിട്ടുള്ള പ്രായമായിട്ടുള്ള ആളുകൾ എല്ലാവരും തന്നെ വിശ്രമിക്കുകയാണ്. മറ്റ് ആളുകളെല്ലാവരും തന്നെ, കുടുംബത്തിലെ മറ്റ് അംഗങ്ങളെല്ലാം, കുട്ടികളടക്കമുള്ളവർ തിരികെ വീടുകളിലേക്ക് പോയിട്ടുണ്ട്. അവർ ഒരുപക്ഷെ മഴ കനക്കുകയാണെങ്കിൽ സമാനമായ രീതി തന്നെ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ മഴ കൂടി പെയ്തതോടെ കൂടുതൽ ചെളിയൊക്കെ ഓടകളിലേക്ക് നിറയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നീരൊഴുക്ക് പൂർണ്ണമായും തടസ്സപ്പെട്ട് ഇരിക്കുകയാണ് മിക്ക സ്ഥലങ്ങളിലും. പ്രത്യേകിച്ച് തൃക്കാക്കര, കളമശ്ശേരി മേഖലകളിലാണ് ഇത്തവണ വലിയ രൂക്ഷമായ വെള്ളക്കെട്ട് ഉണ്ടായിരിക്കുന്നത്. അവിടെ മുൻപൊന്നും വെള്ളം കയറാത്ത മേഖലകളിൽ കൂടി ഇത്തവണ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് ഉണ്ടായി എന്നാണ് ആളുകൾ പറയുന്നത്. എനിക്ക് ഇന്ന് കാണുന്ന ഇതൊരു സ്കൂളാണ്. പക്ഷേ ഈ സ്കൂളിന്റെ മുറ്റം ഒക്കെ വലിയ രീതിയിൽ വെള്ളക്കെട്ടുണ്ട്. പല സ്കൂളുകളിലും സമാനമായ പ്രശ്നങ്ങളുണ്ട്. ഇന്നലെയൊക്കെ നമ്മൾ കണ്ടതാണ്. LKG UKG കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിലൊക്കെ ഉള്ളിലേക്കൊക്കെ വെള്ളം നിറയുന്ന സാഹചര്യമുണ്ട്. ഈ സ്കൂളിലാണെങ്കിലും രാവിലെ തന്നെ ഈ വൃത്തിയാക്കുന്ന പരിപാടികളൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും വൃത്തിയാക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വൈകുന്നേരം വീണ്ടും മഴ പെയ്യുകയാണെങ്കിൽ വീണ്ടും അതേ സ്ഥലങ്ങളിൽ വെള്ളം കയറുന്ന അവസ്ഥയുണ്ട്. അത് ഇങ്ങനെ തുടരെ വരികയാണ്. ഇന്ന് കാലവർഷം കൂടി ശക്തമാകുമ്പോൾ ഒരുപക്ഷെ ഈ
ഒരു ദുരിതം, ആളുകളുടെ ദുരിതം ഒന്നുകൂടി വർദ്ധിക്കാനാണ് സാധ്യത. എന്തായാലും ഇന്നത്തെ മഴ കൊച്ചിയിൽ ആരംഭിച്ചിട്ടില്ല. പക്ഷേ ആരംഭിച്ചാൽ ഒരു പക്ഷേ വളരെ കൂടുതൽ മഴ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇത് തുടർച്ചയായ മൂന്നാമത്തെ ദിവസമായിരിക്കും വെള്ളക്കെട്ട് അതിരൂക്ഷമാകുന്നത്. അതൊരു പക്ഷേ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. ഇപ്പോൾ തന്നെ 5 ക്യാമ്പുകളാണ് ജില്ലയിൽ തുറന്നിരിക്കുന്നത്. ആദ്യ ദിവസം ഒരു ക്യാമ്പ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, തൃക്കാക്കരയിൽ മാത്രമായിരുന്നു ക്യാമ്പ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെയോടുകൂടി 5 ക്യാമ്പുകൾ തുറക്കേണ്ട സ്ഥിതി വന്നു. 116 പേരാണ് ക്യാമ്പുകളിൽ ഉള്ളത്. ശക്തമായ